ഓക്കെ, നമുക്ക് ആ വാലിഡിറ്റി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഒരു 2 വീഡിയോ കൂടി വേണ്ടി വരും. അപ്പോൾ വാലിഡിറ്റി കംപ്ലീറ്റ് ആവും. അപ്പൊ ഇന്നലെ ഒരു വാലിഡിറ്റി കണ്ടിരുന്നു. ഇന്ന് മറ്റൊരു വാലിഡിറ്റി, അത് ക്രൈറ്റീരിയൻ വാലിഡിറ്റി ആണ് വാലിഡിറ്റി. അപ്പൊ ഈ ക്രൈറ്റീരിയൻ വാലിഡിറ്റി ആകുമ്പോൾ അതിൽ 3 വാലിഡിറ്റി വരെ ഉണ്ട്. ആ 3 വാലിഡിറ്റി മെഷർ ചെയ്യാൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ SPSS ബൈവാരിയേറ്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അത് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം എങ്ങനെയാണ് SPSS ഈ ബൈവാരിയേറ്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ഉപയോഗിച്ചിട്ട് ഈ ക്രൈറ്റീരിയൻ വാലിഡിറ്റിയുടെ 3 സബ് ഡിവിഷൻസും കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്രൈറ്റീരിയൻ വാലിഡിറ്റിയിൽ 3 സബ് ഡിവിഷൻ ആണ്. ഒന്ന് പ്രിഡിക്റ്റീവ് വാലിഡിറ്റി, ഒന്ന് കൺകറന്റ് വാലിഡിറ്റി, ഒന്ന് പോസ്റ്റ് ഡിക്റ്റീവ് വാലിഡിറ്റി. ഈ 3 വാലിഡിറ്റി ബൈവാരിയേറ്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ് SPSS പോയിട്ട് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ അത് ആ വാലിഡിറ്റി നമ്മുടെ ക്വസ്റ്റ്യനെയർ ആ വാലിഡിറ്റി പാലിക്കുന്നുണ്ടോ ഇല്ലേ, നമ്മൾ ഡെവലപ്പ് ചെയ്ത സ്കെയിലിലെ ഓരോ കോൺസ്റ്റന്റും അല്ല ഓരോ വേരിയബിളും ഈ ഒരു വാലിഡിറ്റി പാലിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് കണ്ടുപിടിക്കുന്ന ഈ കോറിലേഷൻ കോഎഫിഷ്യന്റ് ഉപയോഗിച്ചാണ്. അപ്പൊ നമുക്ക് എന്താണ് ആ വാലിഡിറ്റി നോക്കാം. അതിന്റെ 3 സബ് ഡിവിഷൻസ് കണ്ടു. ആ 3 സബ് ഡിവിഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പൊ അത് ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് ഈ ക്രൈറ്റീരിയൻ വാലിഡിറ്റി കാണിക്കുന്നത്. അപ്പോൾ ക്രൈറ്റീരിയൻ വാലിഡിറ്റി വെച്ചാൽ ഒരു മെഷർ പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ടോ മറ്റൊരു മെഷറിന്റെ ഔട്ട്കം, അതാണ് ഈ ക്രൈറ്റീരിയൻ വാലിഡിറ്റി കേട്ടോ. അപ്പൊ ഒരു എക്സാമ്പിള്, ഈ ഫസ്റ്റ് സെമ്മിന്റെ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ കിട്ടിയ ഒരു മാർക്ക് ഉണ്ട്. നമുക്ക് അത് അക്കാദമിക് പെർഫോമൻസിന്റെ ആക്സെപ്റ്റഡ് മെഷറായിട്ട് എടുക്കാൻ പറ്റില്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഈ ക്രൈറ്റീരിയൻ വാലിഡിറ്റിയിൽ വരുന്നത്. A test has this type of validity if it is useful for predicting performance in another situation. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ആ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റൊരു സിറ്റുവേഷനിൽ ഒരു പെർഫോമൻസ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ. ഈ മറ്റൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ അതൊന്നെങ്കിൽ കഴിഞ്ഞു പോയതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതായിരിക്കാം, അല്ലെ വരാൻ പോകുന്നതായിരിക്കാം. അപ്പൊ അതാണ് ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ആ ടെസ്റ്റിന് ക്രൈറ്റീരിയൻ വാലിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആ ടെസ്റ്റ് ഉപയോഗിച്ച് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫ്യൂച്ചർ പെർഫോമൻസോ അല്ലെങ്കിൽ പാസ്റ്റ് പെർഫോമൻസോ അല്ലെങ്കിൽ പ്രസന്റ് ആയുള്ള ഒരു കാര്യം. അപ്പൊ ഇതാണ് ഈ ക്രൈറ്റീരിയൻ വാലിഡിറ്റി. ഇതില് 3 എണ്ണം. ഒന്ന് പ്രൊഡിക്റ്റീവ് വാലിഡിറ്റി. ആ പ്രൊഡിക്റ്റീവ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും അത് പ്രൊഡിക്റ്റ് ചെയ്യുന്നതാണ്, അത് പ്രവചിക്കുന്നതാണ്, ആ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോ ഈ ഒരു വാലിഡിറ്റി എന്താണെന്ന് വെച്ചാൽ ആ ടെസ്റ്റിനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, മറ്റൊരു കാര്യം പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ, അതാണ് പ്രൊഡിക്റ്റീവ് വാലിഡിറ്റിയിൽ കാണിക്കുന്നത് കേട്ടോ. നമുക്കത് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ല എന്ന കാര്യം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ജോബ് ആപ്ലിക്കൻസിന് എക്സാമിനേഷൻ നടത്തി. അപ്പൊ ആ എക്സാമിനേഷൻ നടത്തിയിട്ട് നമ്മൾ കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്കാരെ എടുക്കുക. എന്തുകൊണ്ടെന്നാ ആ ടെസ്റ്റിന് ഈ വാലിഡിറ്റി ഉണ്ട്. ഇപ്പൊ PSC അങ്ങനെയുള്ള ഏജൻസികൾ നടത്തുന്ന ആ ടെസ്റ്റിന് പ്രൊഡിക്റ്റീവ് വാലിഡിറ്റി ഉണ്ട്. കൂടുതൽ ടെസ്റ്റിന് മാർക്ക് കിട്ടിയ ആൾക്കാർ ജോലിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യും. അത് ഒരുപാട് കാലമായിട്ട് കണ്ടുപിടിക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ആ ടെസ്റ്റ് ഈ വാലിഡിറ്റി സാറ്റിസ്ഫൈഡ് ആക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള കാര്യമാണ് ഈ വാലിഡിറ്റി. അപ്പൊ അതുകൊണ്ടാണ് ഫ്യൂച്ചറിൽ ജോലിയുടെ പെർഫോമൻസ് ഈ പരീക്ഷയിൽ കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാണ്. അതുകൊണ്ട് അതിന് കോമ്പറ്റേറ്റീവ് ഏജൻസികൾ നടത്തുന്ന ആ എക്സാമിനേഷനിലെ ക്വസ്റ്റ്യൻസിന് പ്രൊഡിക്റ്റീവ് വാലിഡിറ്റി ഉണ്ട്, അത് പാലിക്കപ്പെടുന്നുണ്ട് എന്നൊരു അസംഷൻ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പൊ അതാണ് പ്രൊഡിക്റ്റീവ് വാലിഡിറ്റി. ഇനി അടുത്ത, അപ്പൊ അത് ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കോറിലേഷൻ കോഎഫിഷ്യന്റ് ആണ് കേട്ടോ. അടുത്ത കൺകറന്റ് വാലിഡിറ്റി. കൺകറന്റ് വാലിഡിറ്റി വെച്ചാൽ ഒരു വാലിഡേറ്റഡ് ആയ വളരെ ഒരു സ്റ്റാൻഡേർഡ്, ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോ ഒരു സ്കെയിൽ ഡെവലപ്പ് ചെയ്തു. നമ്മൾ സ്കെയിൽ ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടി. ഈ റിസൾട്ടും ആ ഗ്ലോബൽ ക്വസ്റ്റ്യൻസ്, ഗ്ലോബൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലേ. റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ കൺകറന്റ് വാലിഡിറ്റി ഉണ്ട്. അപ്പൊ അവിടെ റിലേഷൻഷിപ്പാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ കോറിലേഷൻ ക്വസ്റ്റ്യൻ ഉപയോഗിക്കുന്നത്. അപ്പോ ഇപ്പൊ നമ്മൾ ഒരു സ്കെയിൽ ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ ആങ്സൈറ്റി പറ്റി പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി. ഈ 5 ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ഡാറ്റ, ആ ഡാറ്റയ്ക്ക് ആങ്സൈറ്റി പറ്റിയിട്ട് പഠിക്കുന്നതിനുള്ള ഒരു ഗ്ലോബൽ സ്കെയിൽ ഉണ്ടെങ്കിൽ ആ സ്കെയിൽ ഉപയോഗിച്ച് ആ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ഡാറ്റ തമ്മിൽ
റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ല ടെസ്റ്റ് ചെയ്യുക. റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ കൺകറന്റ് വാലിറ്റി ഉണ്ടെന്ന മീനിങ്. അപ്പൊ അവിടെ ഈ കോറിലേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു കേട്ടോ. ഇനി അടുത്ത മൂന്നാമത്തെ പോസ്റ്റ് ഡിക്റ്റീവ് വാലിറ്റി, മൂന്നാമത്തെയാണ്. അപ്പോ ഇതൊരു ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിറ്റി ആണ്. ഇവിടെ എങ്ങനെയാണ്, ഹൗ വെൽ എ ടെസ്റ്റ് ക്യാൻ പ്രെഡിക്റ്റ് ഔട്ട്കം that occurred before the test was taken. അപ്പോൾ കഴിഞ്ഞു പോയ കാലത്തെ ഒരു പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോ ഒരു ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ആ ടെസ്റ്റിന് കഴിഞ്ഞു പോയ കാലത്തെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ഡിക്റ്റീവ് വാലിറ്റി ഉണ്ട്. അതാണ് ഇപ്പൊ നമ്മള് കുട്ടിക്കാലത്തെ ഇവന്റ്സ് ഒക്കെ കേട്ടോ, കുട്ടിക്കാലത്തെ ഇവന്റ്സിനെ പറ്റിയുള്ള നമ്മുടെ മെമ്മറി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിൽ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ അവിടെ പോസ്റ്റ് ഡിക്റ്റീവ് വാലിറ്റി ഉണ്ടെങ്കിലാണ് ആ കുട്ടിക്കാലത്തെ സംഭവങ്ങളെ പറ്റിയിട്ടുള്ള നമ്മുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഈ പോസ്റ്റ് ഡിക്റ്റീവ് വാലിറ്റി. അപ്പൊ ഈ മൂന്ന് വാലിറ്റിയും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോറിലേഷൻ ക്വസ്റ്റ്യൻ ആണ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.